ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പാകിസ്ഥാനിൽ POJKയിൽ പാക് ഒക്കുപ്പൈഡ് കശ്മീരിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. പാക് അധീന ജമ്മു കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിച്ച ജനങ്ങൾക്കെതിരെ പാകിസ്ഥാൻ സുരക്ഷാ സേനകൾ അതിക്രമം നടത്തിയതായി ആരോപണമുണ്ട്. ഇതിനെ തുടർന്ന് 2026 ജൂൺ 8 മുതൽ 16 വരെ 32ലധികം സാധാരണക്കാർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ പാകിസ്ഥാനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇതിനകത്ത് JKJAAC നിരോധനം, അതായത് ഈ ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ജൂൺ 5-ാം തീയതി പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ നിയമപ്രകാരം നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സംഘടനയെ JKJAAC എന്ന് പറഞ്ഞ ഈ സംഘടനയെ അവര് തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ശരിക്കും പ്രതിഷേധം ശക്തമായത്. ഇന്റർനെറ്റ് പൂർണ്ണമായിട്ട് വിച്ഛേദിച്ച് പ്രദേശത്ത് മൊബൈൽ സേവനങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തിവെച്ച് അങ്ങനെ ഫെഡറൽ പാരാമിലിറ്ററി സേനയെ അവിടെ പാകിസ്ഥാൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നിരവധി രാഷ്ട്രീയ പ്രവർത്തകരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 100-ലധികം ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ നേതാക്കളും തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ ഷൊഹറബ് ബറാക്കത്ത്, ഇയാളെയും അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കംപ്ലീറ്റ് POKയുടെ സ്വാതന്ത്ര്യമെല്ലാം തന്നെ തടഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയാണ് പാകിസ്ഥാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നും, അതായത് മുൻകാലങ്ങളിലും സമാന അടിച്ചമർത്തൽ പാകിസ്ഥാൻ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ മേഖലയിൽ. 2024 മെയ് മാസത്തിലും 2025 ഒക്ടോബറിലും ഇതേ JAAC സംഘടന നയിച്ചിരുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ പാകിസ്ഥാന്റെ ആർമി ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾ നടത്തിയിട്ടുണ്ട്. അന്നും സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഇത് ആദ്യമായിട്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഇത്തരത്തിൽ പാകിസ്ഥാനെതിരെ, പ്രത്യേകിച്ച് POKയിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നത്. ഇതിനകത്ത് ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ലംഘിക്കപ്പെടുന്നെന്നാണ് സംഘടനയുടെ കണ്ടെത്തൽ. സംഘടനയുടെ പ്രധാന ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പ്രതിഷേധക്കാർക്കെതിരായ ബലപ്രയോഗം ഉടനെ അവസാനിപ്പിക്കുക, ഇന്റർനെറ്റ് മൊബൈൽ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അന്യായമായി തടവിലാക്കിയവരെ മോചിപ്പിക്കുക, അതുപോലെ തന്നെ JKJAACക്കുള്ള നിരോധനം പിൻവലിക്കുക. ഇതാണിപ്പം ഈ ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് ഇതിന് ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നാണ് സംഘടന പറയുന്നത്. സാധാരണക്കാരുടെ മരണത്തെക്കുറിച്ചും സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. അതുപോലെ ഈ സംഘടനയുടെ പ്രവർത്തകനായ ഷഹ്സേബ് ഹബീബ്, ഈ വ്യക്തി കൊല്ലപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അതായത് ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ നേരിടുന്ന ക്രൂരതയുടെ പ്രതീകമായാണ് ഈ കൊലപാതകത്തെ അവർ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ശരിക്കും പാക് അധീന കശ്മീരിൽ ഇപ്പൊ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്ക് അന്താരാഷ്ട്ര വിമർശനങ്ങൾ നേരിടുകയാണ് പാകിസ്ഥാൻ. ശരിക്കും ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ കുറച്ച് വാദങ്ങളുണ്ട്. ഇപ്പൊ ആസാദ് കാശ്മീർ, എന്താണ് ആസാദ് കാശ്മീർ? അവർ ഒരു സ്വതന്ത്ര കാശ്മീർ എന്നുള്ള നിലയിലാണ് അവർ ഈ POKയെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇന്ത്യയെ പോലെ ഞങ്ങൾ കശ്മീരിനെ സ്വന്തമാക്കുന്നില്ല, ഞങ്ങൾ സ്വതന്ത്ര കാശ്മീർ ആയിട്ടാണ് നിലനിർത്തുന്നത് എന്നുള്ള തരത്തിലാണ് അവരുടെ വാദം. അതിനെയാണ് ഇവർ ആസാദ് കാശ്മീർ എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് പൂർണ്ണ രാഷ്ട്രീയ സ്വാതന്ത്ര്യമോ സ്വയംഭരണ അവകാശമോ ഒന്നും തന്നെ ഇല്ല. ആ മേഖല തികച്ചും പാകിസ്ഥാൻ ഒരു അടിമകളെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് POJKയിലെ ജനങ്ങളെ പാകിസ്ഥാൻ നോക്കി കാണുന്നത്. ശരിക്കും ഈ ഒരു പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് അവർ ആസാദ് കാശ്മീർ എന്നൊക്കെ വിളിക്കുന്നത്. അതുപോലെ അമേരിക്കയിലും ഈ കശ്മീരുമായിട്ട് ബന്ധപ്പെട്ട ലോബിയിങ് പാകിസ്ഥാൻ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. 2011 അമേരിക്കയിലെ സയ്യിദ് ഗുലാം നബി ബായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അറസ്റ്റിലായിട്ടുണ്ട്. കശ്മീർ വിഷയത്തിൽ അമേരിക്കൻ നയനിർണയത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ISI രഹസ്യമായിട്ട്, ISI അറിയാമല്ലോ, പാകിസ്ഥാന്റെ ഇന്റലിജൻസ് യൂണിറ്റ്, രഹസ്യമായിട്ട് ധനസഹായം നൽകിയെന്നാണ് കേസ്. ഈ കേസിൽ ഏകദേശം $3.5 മില്യൺ പാകിസ്ഥാനിൽ നിന്നും ലഭിച്ചതായി പിന്നീട് ഈ ഗുലാം നബി ഭായ് തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അമേരിക്കയിൽ. പുള്ളി അറസ്റ്റിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൽഹാൻ ഉമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ഒരു സൊമാലിയക്കാരിയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഈ ഇൽഹാൻ ഉമറിനെ രാഹുൽ ഗാന്ധിയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇൽഹാൻ ഉമർ ട്രംപിനെതിരെ ശക്തമായ രീതിയിൽ നിലപാടെടുത്ത് പ്രസംഗിച്ചിരുന്ന വ്യക്തിയാണ്. കാരണം ട്രംപ്, നീ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണ്, നിന്നെ ഞാൻ പുറത്താക്കുമെന്നുള്ള വാദഗതികളൊക്കെ ട്രംപ് അന്ന് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. 2022 അമേരിക്കൻ കോൺഗ്രസ് അംഗമായിട്ടുള്ള ഇൽഹാൻ ഉമർ POK സന്ദർശിച്ചു. സൊമാലിയക്കാരിയായിട്ടുള്ള ഇൽഹാം ഉമറിന്
POKയിൽ എന്താണ് പണി? കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇവർ പ്രകടിപ്പിച്ചത്. പിന്നീട് അവരുടെ യാത്രയുടെ മുഴുവൻ ചെലവും പാകിസ്ഥാൻ വഹിച്ചു. പാകിസ്ഥാനാണ് പൈസ ചെലവാക്കിക്കൊണ്ട് ഈ അമേരിക്കയിൽ നിന്നും ഇൽഹാം ഉമറിനെ അവിടെ എത്തിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അപ്പൊ അമേരിക്കയിൽ തന്നെ പാകിസ്ഥാൻ എത്തരത്തിലുള്ള ലോബിയിങ് ആണ് നടത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേ ലോബിയിങ് ആണ് ട്രംപ് വിജയിച്ചതിന് ശേഷം പാകിസ്ഥാൻ അവിടെ നടത്തിയത്. ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പ്രതിഷേധങ്ങളും മരണങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ 20-ലധികം ആൾക്കാർ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ JAC നിരോധനം അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ നിരോധിച്ചിരിക്കുകയാണ്. അവരെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നത്. മെയ് 5-ാം തീയതിയാണ് പ്രഖ്യാപനം നടത്തിയത്. അന്ന് മുതലേ പ്രതിഷേധം ശക്തമായി നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ JNKയും POKയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ജസ്റ്റ് ആ കമ്പാരിസൺ ഒന്ന് നോക്കാം. അടിസ്ഥാന സൗകര്യങ്ങളിലെ വ്യത്യാസം: വിമാനത്താവളങ്ങൾ JNKയിൽ 4, POKയിൽ 2. റെയിൽവേ JNKയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യക്കുള്ളിലുള്ള കശ്മീരിലെ റെയിൽവേ പ്രവർത്തിക്കുന്നു, POKയിൽ ഇല്ല. സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റി ജമ്മു ആൻഡ് കശ്മീരിൽ 35 എണ്ണമുണ്ട്, POKയിൽ 6 എണ്ണം മാത്രം. മെഡിക്കൽ കോളേജുകൾ ജമ്മു ആൻഡ് കശ്മീരിൽ 10 എണ്ണമുണ്ട്, POKയിൽ വെറും 3 എണ്ണം. സർക്കാർ ആശുപത്രികൾ ഇന്ത്യയിലുള്ള കശ്മീരിൽ 2812 ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് പ്രവർത്തിക്കുമ്പോൾ POKയിൽ വെറും 23 എണ്ണം മാത്രം. അടിസ്ഥാന സൗകര്യ വികസന ഫണ്ട് കശ്മീരിലേക്ക് 33,127 കോടിയാണ് ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്നത്. അതേസമയം POKയിൽ അത് ജസ്റ്റ് 600 മുതൽ 700 മില്യൺ US$ വർത്ത് വരുന്ന എമൗണ്ട് മാത്രമാണ് അവിടെ POKയിൽ സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അതും ഈ പാകിസ്ഥാൻ ഗവൺമെന്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റും കിട്ടുന്നത്. സർക്കാരിന്റെ ധനസഹായം ഇന്ത്യയിലുള്ള കശ്മീരിന് പാകിസ്ഥാനിലുള്ള POKയെക്കാളും 5 മടങ്ങാണ് ഏകദേശം നമ്മൾ അധികം സ്പെൻഡ് ചെയ്യുന്നത്, 5 മടങ്ങ്. അപ്പൊ ഇത് സ്ഥിതി കൂടുതൽ വഷളാകും ഇതേ മാതൃകയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. ജനങ്ങളുടെ യഥാർത്ഥ പരാതി പരിഹരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇതേ സ്ഥിതി തുടരുമെന്നാണ് വിലയിരുത്തൽ. അതുപോലെ തന്നെ അടിസ്ഥാന അവകാശങ്ങൾ ഇപ്പൊ നിലവിലെ POKയിലെ ജനങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഇടപെട്ട കാലത്തൊന്നും ഈ പ്രശ്നം എളുപ്പത്തിൽ പാകിസ്ഥാന് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പാകിസ്ഥാന്റെ കശ്മീർ നയത്തിന്റെ വലിയ വെല്ലുവിളിയായി മാറുകയാണ് POK. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.